ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. യേശുദേവന്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം ഓശാന ഞായർ ആചരിച്ചു. എളിമയുടെ പ്രതീകമായ കഴുതക്കുട്ടിയുടെ പുറത്തേറി ജെറുസലേമിൽ പ്രവേശിച്ച യേശുദേവനെ ഒലീവ് ചില്ലകൾ വീശിയും വീഥികളിൽ വസ്ത്രങ്ങൾ വിരിച്ചും ജെറുസലേം ജനത രാജകീയ സ്വീകരണമാണ് നൽകിയത്. ഈ സ്മരണയിലാണ് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണവും തിരുകർമ്മങ്ങളും നടന്നു. ഓശാന ഞായറോടെ വിശുദ്ധ വാരത്തിനും തുടക്കമായി. മണിമുളി ക്രിസ്തുരാജ ഫെറോന ദേവാലയത്തിൽ കുരിശോല പ്രദക്ഷിണം നടത്തി. തുടർന്ന് ദേവാലയത്തിൽ നടന്ന കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ തോമസ് മണക്കുന്നേൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ അരുൺ പൊയ്കയിൽ എന്നിവർ നേതൃത്വം നൽകി. ചുങ്കത്ര സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഞായറാഴ്ച രാവിലെ 6:45 ശുശ്രൂഷകൾ ആരംഭിച്ചു. ഓശാനയുടെ പ്രദക്ഷിണവും കുരുത്തോല വാഴ്വിന്റെ ശുശ്രൂഷയും കുർബാനയും നടത്തപ്പെട്ടു. സമാധാനത്തിന്റെയും രക്ഷയുടെയും വിനയത്തിന്റെയും സന്ദേശമാണ് ജെറുസലേമിലേക്കുള്ള ക്രിസ്തുവിന്റെ രാജകീയ യാത്ര നമുക്ക് നൽകുന്ന സന്ദേശമെന്ന് വികാരി ഫാദർ വിനോദ് ജോസഫ് തന്റെ പ്രസംഗത്തിലൂടെ ഓർമ്മിപ്പിച്ചു. പനമണ്ണ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ വികാരി ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ ഓശാന ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. എടക്കര അർണാടംപാടം സെന്റ് ജോർജ് യാക്കോബായ സിറിയൻ ചർച്ചിൽ ഓശാനയുടെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു. ശുശ്രൂഷകൾക്കും കുർബാനയ്ക്കും ഫാദർ ബിനോ ഫിലിപ്പ് കാർമ്മികത്വം വഹിച്ചു. സെക്രട്ടറി അനീഷ്, ട്രസ്റ്റി ചെറിയാൻ, നിലമ്പൂർ മേഖലാ സെക്രട്ടറി ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ പീഡനാനുഭവ ശുശ്രൂഷകൾ ദേവാലയത്തിൽ നടത്തപ്പെടും. ഈസ്റ്റ് ലൈവ്, എടക്കര.